നാലാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സ്ത്രീ ഇസ്ലാമിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയതും മുഹമ്മദ് സബറുള്ള ഖാൻ രചിച്ചതുമായ പുസ്തകം നിയമസഭാ സമുച്ചയത്തിലെ 4-ാം നമ്പർ വേദിയിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. ഈ പുസ്തകമേള കഴിഞ്ഞ തവണ സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വരണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു അതിഥിയായിട്ട് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ആതിഥേയരോട് ആദ്യമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, എൻ്റെ കൂടെ വന്ന കൊച്ചു പെൺകുട്ടി ചിരിക്കുകയാണ്. അതായത് എനിക്ക് ഇസ്ലാം മതവുമായിട്ട് സംസ്കാരവുമായിട്ട് ആദ്യമുള്ള ഒരു ബന്ധം കുഞ്ഞുനാൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ എൻ്റെ പേരാണ്. എൻ്റെ പേര് വളരെ അപൂർവമായിട്ടുള്ള ഒരു പേരായിട്ടാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയത്. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ പേരായിരുന്നു അത്, ജമീല വഹീദ്. അവര് ജനിച്ച വർഷം 1935. ഇപ്പോൾ അവർക്ക് 90 വയസ്സ് കഴിഞ്ഞു. ആ വർഷം തന്നെയാണ് എൻ്റെ അമ്മയും ജനിച്ചത്. ഞാൻ ജനിച്ച വർഷം ഈ മഹദി അവരുടെ 22-ാം വയസ്സിൽ ഗില്ലറ്റിനിൽ വെച്ച് തല ഛേദിക്കപ്പെടണം എന്നുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധിയും കാത്ത് ജയിലിൽ പല പീഡനങ്ങളും ഏറ്റ് കിടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ പറയും, മകൾക്കെന്ത് പേരിടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പല പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർമ്മിക്കുകയും പരതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദിവസവും പത്രത്തിൽ വരും പല രാഷ്ട്ര നേതാക്കളും മനുഷ്യസ്നേഹികളും മത അധ്യക്ഷന്മാരും ഒക്കെ ആവശ്യപ്പെടുകയാണ് ഫ്രഞ്ച് ഭരണാധികാരികളോട്, അന്ന് അൽജീരിയസ് ഭരിച്ചിരുന്നത്, അൽജീരിയ വിടണം, ജമീലയെ ഇനി പീഡിപ്പിക്കരുത്. ചടങ്ങിലെ മുഖ്യാതിഥി മുൻ MLA ജമീല പ്രകാശത്തിൽ നിന്നും വിശിഷ്ട അതിഥിയും പ്രശസ്ത എഴുത്തുകാരിയുമായ വീണ സുനിൽ പുസ്തകം ഏറ്റുവാങ്ങി. ഇസ്ലാം മതവുമായിട്ടുള്ള എന്റെ ബന്ധവും പ്രിയപ്പെട്ട ജമീല പ്രകാശ് മാം പറഞ്ഞ പോലെ പഠിക്കുന്ന കാലം തൊട്ടേ പ്രിയപ്പെട്ട സൗഹൃദങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇപ്പോ ഇവിടെ എത്തിയതും അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ വെളിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എനിക്കും പ്രിയപ്പെട്ടവരാണ്. സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താകണം എന്ന രീതിയിലുള്ള ഒരു ചർച്ച എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള പദവികളെയും അവകാശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് ജസ്ഫീന മുഖ്യ പ്രഭാഷണം നടത്തി. സുറുമിയ മുസാഫർ മോഡറേറ്ററായ ചടങ്ങിൽ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും വായനക്കാരും പങ്കെടുത്തു.